الحمد لله واحدا والصلاة والسلام على من لا نبي بعده. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളായ പുരുഷന്മാരെ, സ്ത്രീകളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ورتل القرآن ترتيلا. آية رقم 4 في سورة المزمل. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങൾ പരിശുദ്ധ ഖുർആൻ സാവകാശം സാവധാനത്തിൽ ആശയാർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പാരായണം ചെയ്യുക. അത്ഭുതങ്ങളുടെ കലവറയായ പരിശുദ്ധ ഖുർആൻ ധാരാളം സവിശേഷതകൾ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥമാണ്. അതിൽ നിന്നും നമ്മൾ ഒരു ഹർഫ്, ഒരക്ഷരം പാരായണം ചെയ്താൽ നമുക്ക് ഒരു കൂലിയല്ല 10 കൂലിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. അങ്ങനെ നമ്മൾ അലിഫ് ലാം മീം എന്ന് പരിശുദ്ധ ഖുർആനിൽ നിന്നും പാരായണം ചെയ്യുമ്പോൾ 30 കൂലിയാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. ആ നിലയ്ക്ക് നമുക്ക് പരിശുദ്ധ ഖുർആൻ മുഴുവനും പാരായണം ചെയ്താൽ കിട്ടുന്ന പുണ്യത്തെ സംബന്ധിച്ച്, കൂലിയെ സംബന്ധിച്ച് ഞാൻ നിങ്ങളെ ഉണർത്താം. മില്യോനീർ ഫീ ഷഹർ, ഒരു മാസത്തിൽ ലക്ഷങ്ങളാണ് ലഭിക്കാൻ പോകുന്നത്. സലാസത്ത് മലായിൻ വമിയത്താൻ സലാസൂന അൽഫ് വമിയ വഖംസൂന ഹസന. അതായത് 3,23,015 ഹസനാത്തുകളാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അതിനെ 10 കൊണ്ട് ഗുണിച്ചാൽ 32,30,150 ഹസനയാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അതിനാൽ സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മളുടെ വിലയേറിയ സമയം കളി തമാശ വിനോദങ്ങളിൽ ഏർപ്പെട്ട് പാഴായിക്കളല്ലേ, വേസ്റ്റാക്കല്ലേ എന്ന് പ്രത്യേകം ഞാൻ നിങ്ങൾ ഉണർത്തുകയാണ്. കാരണം നമുക്ക് ഇപ്പോൾ ഈ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഒരു മാസത്തിലാണ് ഇത്രയും പുണ്യം ലഭിക്കുന്നത്. അപ്പോൾ 12 മാസം, പ്രത്യേകിച്ച് റമദാൻ മാസം, അപ്പോഴൊക്കെ നമ്മൾ പരിശുദ്ധ ഖുർആൻ കൂടുതലായി പാരായണം ചെയ്യും. പിന്നെ അവിടുന്ന് അങ്ങോട്ട് നമ്മുടെ ആയുഷ്കാലം മുഴുവനും മരിക്കുന്നവരെ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നതായ പുണ്യങ്ങളുടെ കോടിക്കണക്കിലുള്ള പുണ്യങ്ങളാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. ഈ പുണ്യങ്ങളൊന്നും ഒരു നിലക്കും പാഴാക്കി കളയരുത്. വിഷാദി ഇത്രയും അധികം പുണ്യങ്ങൾ നമ്മൾ നേടാതിരിക്കാൻ വേണ്ടി എല്ലാ നിലക്കും മനുഷ്യന് അവൻ്റെ എല്ലാ അടവുകളും തന്ത്രങ്ങളും ഉപയോഗിച്ചുകൊണ്ട് നമ്മെ പിഴപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. അപ്പോൾ സഹോദര, സഹോദരി, ഒരു വേള ചിന്തിക്കൂ, മനസ്സിലാക്കൂ. നമ്മുടെ വളരെ വിലയേറിയ സമയം നമ്മൾ വെറുതെ പാഴാക്കിയാൽ നമുക്ക് കിട്ടുന്നത് ഗുരുതരമായ പ്രത്യാഘാതങ്ങളായിരിക്കും നമുക്ക് സംഭവിക്കുക. അതിനെ സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ കൂടുതൽ പരാമർശം വരുന്നതാണ്.
عن أبي مسعود رضي الله عنه قال അബീ മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം, അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ്, ഒരാൾ പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു അക്ഷരം, ഒരു ഹർഫ് പാരായണം ചെയ്താൽ ഫലഹു ഹസന, അദ്ദേഹത്തിന് ഒരു ഹസനയുണ്ട്. വൽ ഹസനത്ത് ബി അശ്രി അംസാലിഹ, ഒരു ഹസന എന്ന് പറഞ്ഞാൽ 10 ഇരട്ടിയാണ്. 10 ഇരട്ടിയാണ്. ഒരു ഹർഫിന് 10 കൂലിയാണ് ലഭിക്കുന്നത്. ലാ അഖൂലു, ഞാൻ പറയുന്നില്ല, അലിഫ് ലാം മീം ഹർഫൻ, അലിഫ് ലാം മീം ഹർഫാണെന്ന് ഞാൻ പറയുന്നില്ല. വലാകിൻ അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ മീമുൻ ഹർഫുൻ, എല്ലാം 3 അക്ഷരങ്ങളാണ് ഓരോന്ന്. അപ്പോൾ ഈ 3 അക്ഷരങ്ങൾക്ക് അലിഫ് ലാം മീം എന്ന് പാരായണം ചെയ്യുമ്പോൾ 30 കൂലിയാണ്, 30 പുണ്യമാണ്, നന്മയാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. റവാഹു തുർമിദി ഖാല ഹദീസുൻ സഹീഹ്, തുർമിദി ഉദ്ധരിച്ച റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, സഹീഹായ ഹദീസാണ്. അതിനാൽ പരിശുദ്ധ ഖുർആൻ കൂടുതൽ പാരായണം ചെയ്യുവാനും പഠിക്കാനും മനസ്സിലാക്കുവാനും എല്ലാമുള്ള തൗഫീക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.